വി എസ് എന്ന് പറയുന്ന ആൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക്, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലക്ക്, മുഖ്യമന്ത്രി എന്നുള്ള നിലക്കൊക്കെ കേരളത്തിൻ്റെ പബ്ലിക് ലൈഫിലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ, നിലപാടുകൾ, അതേക്കുറിച്ച് വിമർശനാത്മകമായിട്ടുള്ള വിശകലനങ്ങളുണ്ടാവും. അപ്പോൾ അതിന് നിയമത്തിൻ്റെ ചമ്മട്ടി ഉപയോഗിച്ച് നേരിടുക, അതിനെ ആക്രമിക്കുക, വലിയ സൈബർ കൂട്ടങ്ങൾ ഇറക്കി വിട്ട് ആക്രമിക്കുക, അതാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആബിദ് അടിവാര എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഹാൻഡിൽ, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് യോജിക്കാം വിയോജിക്കാം. പക്ഷേ പുള്ളിക്കെതിരെ DYFI ഇറക്കിയ പോസ്റ്റർ ശ്രദ്ധിച്ചോ? ഇയാളുടെ വിദേശ തീവ്രവാദ ബന്ധം അന്വേഷിക്കണം. ഒരു വിമർശനം ഉന്നയിക്കും, ഒരു മുസ്ലിം പേരുള്ള ഒരാൾ വിമർശനം ഉന്നയിക്കുമ്പോഴേക്ക് പെട്ടെന്ന് അതിനെതിരെയുള്ള ഡിഫൻസ് എന്താണ്, അതിനെതിരെയുള്ള ആക്രമണം എന്താണ്? വിദേശ തീവ്രവാദ ബന്ധം. അപ്പോൾ VS വിമർശിച്ച വേറെയും കുറേ ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും വിദേശ ബന്ധമില്ലേ, അവർക്കൊന്നും വിദേശ തീവ്രവാദ ബന്ധമില്ലേ. അപ്പോൾ ആബിദ് അടിവാര എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ VS വിമർശിക്കുമ്പോഴേക്ക് DYFIയുടെ മനസ്സിൽ, അവരുടെ ആലോചനയിൽ വരുന്ന ആദ്യത്തെ കാര്യം എന്താണ്? അത് വിദേശ തീവ്രവാദ ബന്ധമാണ്. ഇത് എവിടുത്തെ ലോജിക്? ഇത് ആരുടെ ലോജിക്കാണ്? ഇത് കൃത്യമായും സംഘപരിവാരത്തിൻ്റെ യുക്തിയാണ്, RSSൻ്റെ യുക്തിയാണ്. RSSൻ്റെ യുക്തി വെച്ചിട്ടാണ് ഈ VS വിമർശനങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിമർശനങ്ങൾ DYFI നേരിടാൻ പോകുന്നത്. എന്നിട്ട് അയാൾക്കെതിരെ കേസെടുക്കുകയാണ്. VS വിമർശിച്ച കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണത്. അത് ദൈവ വിമർശനം പോലും ഒരു ജനാധിപത്യത്തിൽ സാധ്യമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ കോടതികൾ പറഞ്ഞ ഭരണഘടനാ വിമർശനം പോലും അനുവദിച്ചിട്ടുള്ളൊരു ഭരണഘടനയാണ് നമ്മുടേത്. അവിടെ VS വിമർശിക്കുമ്പോൾ അയാൾ വിദേശ തീവ്രവാദിയാണ് എന്ന് ചാപ്പ കുത്തുക, അയാൾക്കെതിരെ പോലീസ് കേസെടുക്കുക, ഇങ്ങനെയൊക്കെയാണോ VS CPM സംരക്ഷിക്കാൻ നോക്കുന്നത്? അങ്ങനെ സംരക്ഷിക്കാൻ ആണ് ശ്രമിക്കുന്നത്. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, VS പാർട്ടി എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് VS ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ വീണ്ടും സജീവമാകുകയുള്ളൂ. അത് പാർട്ടിക്ക് നഷ്ടമായിരിക്കും, നിശ്ചയമായി നഷ്ടമായിരിക്കും. കാരണം ഇന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, പിണറായി വിജയൻ നയിച്ച പാർട്ടി, ആ പാർട്ടി VS എന്തൊക്കെയായിരുന്നു ചെയ്തതെന്ന് ചരിത്രത്തിലുണ്ട്. അത് പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിലും അതറിയാവുന്ന മനുഷ്യരുണ്ട്, അവർ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഥകളൊക്കെ മുഴുവൻ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് നഷ്ടമേ ആവുകയുള്ളൂ. രണ്ടാമത് ഈ പറയുന്ന മുസ്ലിം വിരുദ്ധതയുമായി ബന്ധപ്പെട്ട് വാങ്ങും. ഇപ്പം മലപ്പുറത്ത് കോപ്പിയടിച്ചാണ് പിള്ളേർ വിജയിക്കുന്നതെന്ന് VS നടത്തിയ പ്രസ്താവനത്തിൽ CPMൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള അത് ശരിയല്ല എന്ന് പറയുന്ന പ്രസ്താവനകൾ ഇപ്പോൾ ലഭ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങിയിട്ട്, അന്നത്തെ പത്ര കട്ടിങ്ങുകൾ CPMൻ്റെ ജില്ലാ കമ്മിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിനും അങ്ങനെ എളുപ്പം നിഷേധിച്ചു പോകാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഒരു നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മരിച്ചു കിടക്കുമ്പോൾ ഉന്നതമായ ഒരു സാംസ്കാരിക നിലവാരത്തിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളത് എല്ലാവരും പാലിക്കേണ്ട ഒരു മര്യാദയും മാന്യതയുമാണ്. പക്ഷേ CPM ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ VS വിമർശിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ഭാഗത്ത് മുസ്ലിം ഭാഗത്ത് നിന്ന് വരുന്ന ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം, ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, അതിൽ ശരി തെറ്റുകൾ CPM നിശ്ചയമായും ചൂണ്ടിക്കാണിക്കാം. അതിനെ തീവ്രവാദവൽക്കരിക്കുക, അതിനെ വിദേശ ബന്ധം ആരോപിക്കുക, അതിനെതിരെ പോലീസിന് നടപടികളെടുപ്പിക്കുക, ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. മരണപ്പെട്ടു പോയ മനുഷ്യർ, പ്രത്യേകിച്ച് ഒരു പൊതുജീവിതത്തിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ നിലപാടുകളെക്കുറിച്ചുള്ള വിമർശനാത്മകമായ വിശകലനങ്ങളുണ്ടാവും. കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്ന ആൾ 2010 ഡിസംബറിൽ അദ്ദേഹം മരിക്കുന്നു. 2011 ജനുവരിയിൽ കേരളീയം എന്ന് പറയുന്ന മാഗസിൻ, തൃശ്ശൂരിൽ എന്ന് പറയുന്ന മാഗസിൻ, അവർ സ്പെഷ്യൽ പതിപ്പിറക്കി. ആ പതിപ്പിൽ ഒരൊറ്റ ഉള്ളടക്കേ ഉള്ളൂ, കരുണാകര വിമർശനം മാത്രം. കരുണാകരൻ ചെയ്ത അതിക്രിയകൾ, എനിക്ക് തോന്നുന്നു 14ഓളം ലേഖനങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയത്. സ്പെഷ്യൽ ഇഷ്യൂ ആണ്. കരുണാകരൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് മാത്രം അതൊരു സ്പെഷ്യൽ ഇഷ്യൂ ആയിട്ട് ഈ കേരളത്തിലൊരു മാസിക ഇറക്കിയിട്ടുണ്ട്. ഈ മനുഷ്യൻ മരിച്ചതിൻ്റെ തൊട്ടടുത്ത ആഴ്ച. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് VSനെതിരായ വിമർശനം വരുമ്പോൾ അതിലെ ഓഫ് കോഴ്സ് അതിൻ്റെ മെറിറ്റിനെ സംബന്ധിച്ച് CPMന് ഡിബേറ്റുകളാകാം. പക്ഷെ അതിനെ വേറെ നിലക്ക് കാണുക, അതിനെ പൈശാചികവൽക്കരിക്കുക, തീവ്രവാദവൽക്കരിക്കുക, അതിനെതിരെ പോലീസ് നടപടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് കടന്ന കൈയാണ്. യഥാർത്ഥ VS അധിക്ഷേപം നടത്തിയത് ആരായിരുന്നു എന്നതിനെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ആളുകൾ സംസാരിച്ചു തുടങ്ങിയ സമയമാണ്.
അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം പരാജയപ്പെടാനിരിക്കുന്ന പോരാട്ടമായിരിക്കും.